ഇടുക്കിയിൽ മലനിരകൾ ഇടിച്ചു നിരത്തി അനധികൃത പാറ ഖനനം വ്യാപകം. മണ്ണിടിച്ചിൽ സാധ്യതയേറെയുള്ള ഗ്യാപ്പ് റോഡിന്റെ താഴ്ഭാഗത്ത് ചക്രമുടിയിലാണ് ഇത്തരത്തിൽ നിർമ്മാണം നടക്കുന്നത്. നൂറുകണക്കിന് മരങ്ങൾ മുറിച്ചുകടത്തി തടയണ കെട്ടി ഗോത്രജനതയുടെ കുടിവെള്ളവും തടസ്സപ്പെടുത്തിയതായി ആരോപണമുണ്ട്. ബൈസൺ വാലി വില്ലേജിൽ ഉൾപ്പെടുന്ന ചക്രമുടി ഭാഗത്താണ് അനധികൃത നിർമ്മാണം നടക്കുന്നത്. വീട് നിർമ്മാണത്തിനുള്ള എൻഒസിയുടെ മറവിൽ റവന്യൂ ഭൂമിയും കയ്യേറി കുന്നുകൾ ഇടിച്ചു നിരത്തി നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഗ്യാപ്പ് റോഡിൽ പതിവായി മണ്ണിടിച്ചിലുണ്ടാകുന്ന മേഖലയിൽ നിന്നും 200 മീറ്ററോളം മാത്രം മാറിയാണ് നിലവിലെ അനധികൃത പാറ ഖനനവും നിർമ്മാണവും. പരിസ്ഥിതിലോല മേഖലയിലെ ആവാസ വ്യവസ്ഥയ്ക്കും പ്രദേശത്തിന്റെ നിലനിൽപ്പിനും ഭീഷണി ഉയർത്തിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നിർത്തി ഇവിടുത്തെ ജനങ്ങളെ രക്ഷിക്കണം. വീണ്ടും ഒരു പെട്ടിമുടി ദുരന്തവും വയനാട് ദുരന്തവും തവളപ്പാറ ദുരന്തവും പോലെ ചക്രമുടി ദുരന്തം എന്ന് പറഞ്ഞ് രണ്ടാമത് ചാനലിൽ വരാൻ പാടില്ല. അന്ന് ചാനലിൽ പറയാൻ ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കില്ല. ഇത് നിങ്ങൾ റെക്കോർഡിക്കലായിട്ട് സൂക്ഷിക്കണം. താഴ്വാരത്ത് മുട്ടുകാട് ഉൾപ്പെടെയുള്ള വലിയ ജനവാസ മേഖലയാണ്. അശാസ്ത്രീയ ഖനനം ഉരുൾപൊട്ടലിനിടയാക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. അപ്പോൾ ഈ വ്യാജ ഭൂമാഫിയയ്ക്ക് എന്ത് വേണേലും ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇതിൻ്റെ പ്രത്യേകത വളരെ ഗുരുതരമായി. കാരണം ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഒരു ST ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരു 300ഓളം ആളുകൾ താമസിക്കുന്നുണ്ട്. SC വിഭാഗത്തിൽപ്പെട്ട 50 ആളുകളുണ്ട്. അതിന് തൊട്ട് താഴെ ജനവാസ മേഖലയാണ്. ഇഷ്ടംമാതിരി വീടുകളും ഉണ്ട്. ഈ വയനാട്ടിലൊക്കെ സംഭവിച്ച പോലെ തന്നെ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളും അവരുടെ ജീവനോപാധി എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അനധികൃത നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ റവന്യൂ വകുപ്പിൽ പലവട്ടം പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ നിർമ്മാണം തടയാൻ മാത്രം നടപടിയുണ്ടായിട്ടില്ല. മൈജോ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മുതലാളി. ഈ സിബി എന്ന് പറയുന്ന ആൾ അവൻ്റെ കാൽക്കടിയിൽ കിടക്കുന്ന ഒരാളാണ് ഈ സിബി എന്ന് പറയുന്ന ആൾ. ആ സിബി എന്ന് പറയുന്ന ആൾ ഈ മൈജോ എന്ന് പറയുന്ന ആൾ അവൾ കോടികൾ അവിടുത്തെ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കി ഇവർക്ക് കൊടുത്തിട്ടാണ് ഈ സിബി എന്ന് പറയുന്ന ആൾ ഇത്രയും കിടന്ന് അപകടം ഉണ്ടാക്കി വയ്ക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും പൈസമാലി പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ട് കഴിഞ്ഞാൽ ഇവന്മാരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വന്ന് നോക്കാൻ പോലും ഇവന്മാരെ കൊണ്ട് പറ്റുമോ? തമിഴ്നാട് സ്വദേശിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെന്നാണ് സൂചന. അതീവ പരിസ്ഥിതി ലോല മേഖലയായ റെഡ് സോണിൽ ഉൾപ്പെടുന്ന പ്രദേശമായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയാൻ അധികൃതർ ഇടപെട്ടില്ലെന്ന ആക്ഷേപം ശക്തമാണ്. പ്രദേശത്ത് നിന്ന് മരങ്ങൾ മുറിക്കാനും പാറ ഖനനത്തിനും എങ്ങനെ അനുമതി ലഭിച്ചു എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി.